ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ടെക് മലയാളം. നത്തിങ് ഫോൺ 2A പ്ലസ് എന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നത്തിങ് ഫോൺ 2A എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനായിട്ട് നത്തിങ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട്, റേറ്റ് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഒറ്റ വാക്കി പറഞ്ഞാൽ വലിയൊരു അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടില്ല. എങ്കിലും സ്മാർട്ട് ഫോണിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല നത്തിങ് ഫോണാണോ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നത്തിങ് എന്ന ഒരു ബ്രാൻഡിനെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റീൽ സൈഡിലുള്ള ഗ്ലിഫ് ഇൻ്റർഫേസാണ്. ആ ഒരു ഇൻ്റർഫേസോട് കൂടെ തന്നെയാണ് ഇത്തവണ നത്തിങ് ഫോൺ 2A പ്ലസും വന്നിട്ടുള്ളത്. റീൽ സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ കാണാം. ഒപ്പം ഗ്ലിഫ് ഇൻ്റർഫേസും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ 190 ഗ്രാം വെയിറ്റും 8.5 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് വരിക. 2 കളർ ഓപ്ഷൻസ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്, ബ്ലാക്ക്, ഗ്രേ, സ്പ്ലാഷ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. IP54 സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഡിസൈൻ സ്റ്റൈലിഷായ ഒരു ഡിസൈൻ, ബോക്സി ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ സ്മാർട്ട് ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്നു. നിലവിൽ നമുക്ക് എല്ലാ നത്തിങ് ഫോണുകളും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. അത്തരത്തിൽ തന്നെ ഇവിടെയും നത്തിങ് ഫോൺ 2A പ്ലസിലും കാണാം. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചോട് കൂടി വരുന്നൊരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു കോർണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. HDR 10+, 120 Hz റീഫ്രഷ് റേറ്റ്, ഒപ്പം തന്നെ 1300 Hz പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. 2160 Hz PW ഡിമ്മിങ്ങും ഇൻ ഡിസ്പ്ലേ ഫിംഗർ സംവിധാനം, 240 Hz ടച്ച് സാമ്പിൾ റേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രൈസിന് ചെയ്ത ഈ ഡിസ്പ്ലേ എന്തൊക്കെ കിട്ടണോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നത്തിങ് ഫോൺ 2A പ്ലസിൽ നൽകിയിട്ടുണ്ട്. ഇനി നത്തിങ് ഫോൺ 2Aയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ ഒരു അപ്ഗ്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഭാഗത്ത് കാര്യമായ ഒരു അപ്ഗ്രേഡ് ഇല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു മികച്ച ഡിസ്പ്ലേ സെറ്റപ്പും കാര്യങ്ങളും നത്തിങ് ഫോൺ 2A പ്ലസിൽ കിട്ടുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് MediaTekൻ്റെ Dimensity 7350 Pro എന്ന പ്രോസസ്സറാണ്. നത്തിങ് ഫോൺ 2A എന്ന സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറിനായിട്ട് കാര്യമായൊരു അപ്ഗ്രേഡ് പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെറിയൊരു ഓവർ ക്ലോക്കിംഗ് സംവിധാനമാണ് ഈ ഒരു പ്രോസസ്സറിൽ വഴി നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രോസസ്സറിൻ്റെ CPU ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ ഉണ്ടായിരുന്ന പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% ഫാസ്റ്ററാണ്. അതുകൂടാതെ GPU സംവിധാനത്തിലും 20% ഫാസ്റ്ററാണ്. അതാണ് പ്രധാനമായും പ്രോസസ്സർ ഭാഗത്തും ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇതിലും ബെറ്ററായ ഒരു പ്രോസസ്സർ നമുക്ക് MediaTekൻ്റെ A300 എന്ന ഒരു പ്രോസസ്സറുണ്ട്. ആ ഒരു പ്രോസസ്സർ വെച്ചുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടാറുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഇതൊരു വലിയൊരു അപ്ഗ്രേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് കൂടിയ ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A പ്ലസിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ആവറേജ് ലെവലിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് പ്രോസസ്സറുകളിൽ ഒന്നായിട്ടാണ് നമുക്ക് MediaTekൻ്റെ Dimensity 7350 Pro എന്ന ഈ ഒരു പ്രോസസ്സർ നമുക്ക് കിട്ടുന്നത്. റാമും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ LPDDR4X റാമോട് കൂടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 8GB RAM, 12GB RAM എന്നീ 2 റാം വേരിയൻ്റ് അവൈലബിൾ ആണ്. UFS 2.2 സ്റ്റോറേജ് സംവിധാനത്തോട് 256GB സ്റ്റോറേജ് സംവിധാനത്തിലാണ് നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മിനിമം ഒരു UFS 3.1 ഒക്കെ ഉള്ളതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. UFS 2.2 ഒരു കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്മാർട്ട് ഫോൺ നമുക്ക് ലിക്വിഡ് കൂളിംഗ് സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC സപ്പോർട്ട്, Android 14, ഒപ്പം നത്തിങ് OSോട് കൂടി വരുന്ന UI കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 വർഷത്തേക്ക് OS അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് നത്തിങ് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മറ്റ് സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുള്ളതുപോലെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു സംഭവം ChatGPTയുടെ ഒരു ഇൻ്റഗ്രേഷൻ കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ സൈഡിൽ സാംസങ് സെൻസറോട് കൂടിയ 50 MP വീതമുള്ള അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും മെയിൻ ക്യാമറ സെൻസറും നൽകിയിട്ടുണ്ട്. OS സംവിധാനം കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറ ഭാഗത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നത്തിങ് ഫോൺ 2Aയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 32 MP സെൽഫി ക്യാമറയിൽ നിന്ന് 50 MP ക്യാമറ എന്ന ഒരു അപ്ഗ്രേഡ് ഈ ഒരു ക്യാമറ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. റിയർ സൈഡിലും ഫ്രണ്ടിലും നൽകിയിട്ടുള്ള ക്യാമറകളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം സാംസങ് സെൻസറുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് ഡീപ്പായൊരു കാര്യങ്ങളൊക്കെ അറിയണമെന്നെങ്കിൽ ക്യാമറ റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും നൽകിയിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന നത്തിങ് ഫോൺ 2Aയിൽ നമുക്ക് 45 വാട്ടായിരുന്നു. അപ്പോൾ ഒരു 5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം എക്സ്ട്രാ ഒരു അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. Type-C പോർട്ട്, സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടേണ്ട ഒരു സ്മാർട്ട് ഫോണിന് എന്തൊക്കെ വേണം അതെല്ലാം നത്തിങ് ഫോൺ 2A പ്ലസിലും നത്തിങ് നൽകിയിട്ടുണ്ട്. കാര്യമായൊരു അപ്ഗ്രേഡ് നമുക്ക് നത്തിങ് ഫോൺ 2Aയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രോസസ്സറിൻ്റെ ഭാഗത്ത് ചെറിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്ന് എന്ന് വേണം പറയാം. ഇത്രയുമാണ് എനിക്ക് കാര്യമായ ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാറ്ററിയും വേണമെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാം. പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8GB RAM 256GB സ്റ്റോറേജിൻ്റെ പ്രൈസ് വരിക 27,999 രൂപയാണ്.
12 GB റാം 256 GB സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 29,999 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ, എന്തായാലും 8 GB റാം 256 GB ഒരു കുഴപ്പമില്ലാത്ത പ്രൈസിങ് ആണ്. അത്ര നല്ല പ്രൈസിങ് അല്ലെങ്കിലും പോലും നമുക്ക് എടുക്കാം. ഈ ഒരു അത്ര മോശപ്പെട്ടൊരു സ്മാർട്ട് ഫോണായിട്ട് നത്തിങ് ഫോൺ 2A പ്ലസിന് നമുക്ക് കാണേണ്ട വരില്ല. പക്ഷേ നിങ്ങൾ 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായ സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്കുണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നത്തിങ് ഫോൺ 2A പ്ലസ് എടുക്കാൻ. ഇനി നത്തിങ് ഫോൺ 2Aയിലും ബെറ്ററായ ഒരു നല്ല സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ അവർ ഇറക്കി, അങ്ങനെയുള്ള കൺസിഡറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നത്തിങ് ഫോൺ 2A എടുക്കാം, നത്തിങ് ഫോൺ 2A പ്ലസ് എടുക്കാം. നത്തിങ് ഫോൺ 2Aയും ആയിട്ട് കാര്യമായിട്ട് അപ്ഗ്രേഡ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ഫോണിലോട്ട് മാറണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ല. ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം. ബാങ്ക് കാർഡിന് 2,000 രൂപ ഓഫറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ഓഫറിലും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പുതിയ നത്തിങ് ഫോൺ 2A പ്ലസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.